Hey guys, hope you're doing well. Today, we're gonna get into day 10 of Beginner's Challenge. So, if you're following me, you know that it's been a while since I've done something like this, meaning recording videos and so on. But today, I'm back. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ വീഡിയോ വേണം എന്നൊക്കെ. പക്ഷെ നമ്മളിൽ കുറെ വീഡിയോസിന്റെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ അതന്നെ ഇങ്ങനെ ഇട്ടിട്ട് കളിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് മൊത്തം പുതിയ വീഡിയോസ് ആയിരിക്കും. അത്യാവശ്യം ക്വാളിറ്റിയിൽ ഞാൻ പിടിക്കാൻ നോക്കും. പക്ഷെ എന്റെ ക്വാളിറ്റിക്ക് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോ നമ്മളുടെ ഒരു റീക്യാപ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ കരിക്കുലം നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജിന്റെ ബേസിക്സ് കവർ ചെയ്തു. ലാംഗ്വേജിന്റെ സ്ട്രക്ചറും വേർബ്സും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കി. പിന്നെ നമ്മൾ ടെൻസസിലേക്ക് കടന്ന്, ടെൻസസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ഗോൾഡൻ റൂൾസ് ആണ് മക്കളെ. ആ ഗോൾഡൻ റൂൾസിൽ തന്നെ 7 റൂൾസ് നമ്മൾ കവർ ചെയ്തു. അത് മതി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പൊ അത് നിങ്ങൾ പക്കയായിട്ട് കവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇനി ഈ സാധനം മറന്നു പോവാന്നുള്ളതാണ് കുറെ ആൾക്കാരുടെ പ്രോബ്ലം. അത് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നും 15 മിനിറ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. സോ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. പക്ഷെ അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഡേ 10 വരെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഹവ് അച്ചീവ് സംതിങ്. സോ നിങ്ങൾ അതിന്റെ ഗ്രൗണ്ട് വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ മേലേക്ക് കയറ്റിയിടേണ്ട സാധനങ്ങളേ ഉള്ളൂ. അത് വളരെ ഈസിയാണ്. ഇത്ര നാളായിരുന്നു ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യുക. നാളെ തൊട്ട് വളരെ ഈസി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. സോ dive right in. അപ്പൊ നമ്മൾ ഇന്നത്തെ ടാസ്കിൽ നമ്മൾ പറയാൻ പോകുന്ന പോലെ 400 വേർബ്സ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആ വേർബ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ വേർബ്സ് ആയിട്ടല്ല പഠിക്കുന്നത്. കാരണം ഈ വേർബ്സിൽ V1, V2, V3 എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ ടെൻസസിൽ അപ്ലൈ ചെയ്യാനാണ്. അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 400 കോമൺ വേർബ്സ് തന്നിട്ടുണ്ട്. അതായത് ഒരു 300 വേർബ്സ് നമ്മൾ ആദ്യം തന്നിട്ടുണ്ട്. അത് മോസ്റ്റ് കോമൺ ആണ്, നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി നിങ്ങളുടെ ലാംഗ്വേജ് ഒന്ന് നാച്ചുറൽ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേറെ എസെൻഷ്യൽ വേർബ്സ് നമ്മൾ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എക്സാക്ട് യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പ്രോപ്പർ ആയിട്ട് ഇവിടെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് അത് റീഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ക്വിക്ക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഈ 300 വേർഡ്സിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ടോഗിൾ കാണാം. അപ്പൊ ആ ടോഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പൊ ഫസ്റ്റ് എന്താ ഉണ്ടാവുക ഇതിൽ? ഫസ്റ്റ് ഇതിലുണ്ടാവും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് സൂം ആക്കുന്നില്ല, കാരണം ഇത് സൂം ആവില്ല. ഇത് നിങ്ങൾക്ക് ഫോണിൽ കറക്റ്റ് വ്യൂ കിട്ടും. നിങ്ങൾക്ക് അവിടെ സൂം ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ ഇത് PDF ആയിട്ട് അയച്ചു തരാം. അപ്പൊ ഇനി കോപ്പി എടുക്കേണ്ടവർക്ക് കോപ്പി എടുത്തിട്ടും നിങ്ങൾക്ക് ഒരു കോപ്പി സൂക്ഷിക്കുക. എന്നിട്ട് അത് ഡെയിലി ഒരു 15 മിനിറ്റ് റീഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഇതിൽ എങ്ങനെ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കോളത്തിൽ അതിന്റെ മലയാളം മീനിങ് ഉണ്ടാവും. അപ്പൊ വേർബിന്റെ മലയാളം മീനിങ് ഉണ്ടാവും. പിന്നെ V1, V2, V3, അതായത് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. അപ്പൊ ഫസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നാണ് മലയാളത്തിലെ മീനിങ്. അപ്പൊ അതിന് നമ്മൾ ഇംഗ്ലീഷിലെ വേർബ് ചെയ്യുക എന്നുള്ള ഇംഗ്ലീഷിലെ വേർബ് നോക്കുന്നുണ്ടെങ്കിൽ ഡൂ എന്നാണ് വരാം. അപ്പൊ ഡൂ എന്ന് വന്നു. പിന്നെ ഡൂ എന്ന് പറഞ്ഞാൽ ചെയ്യുക. അപ്പൊ V2, V3, ഈ V1 എന്ന് പറഞ്ഞ ബേസ് ഫോമിന്റെ മീനിങ് എപ്പോഴും ആ കാര്യം ചെയ്യുക എന്നായിരിക്കും. അപ്പൊ ഡൂ എന്ന് പറഞ്ഞാൽ ചെയ്യുക. V2ലേക്ക് വരുമ്പോൾ അത് ചെയ്തു എന്നാണ് മീനിങ്. V3ലേക്ക് വരുമ്പോൾ അത് ചെയ്തു എന്നാണ് മലയാളം മീനിങ്. പക്ഷെ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ഡു, ഡിഡ്, ഡൺ, ഇങ്ങനെയാണ് എന്ത് വരാം, V1, V2, V3 വരാം. ഇനി ഈ V1, V2, V3 നമ്മൾ വെറുതെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് എവിടെ അപ്ലൈ ചെയ്യാന്നല്ലേ പഠിക്കണ്ടേ. അപ്പൊ നമ്മൾ പഠിച്ച 7 ടെൻസസും ഞാൻ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് വരാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഈ ഡു എന്ന് പറയുന്ന വെർബ് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. സോ അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഐ ഡു മൈ ലോണ്ട്രി ഓൺ സൺഡേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലോണ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ വസ്ത്രങ്ങൾ അലക്കാനുള്ള വസ്ത്രങ്ങളാണ് ലോണ്ട്രീസ് എന്ന് പറയാം. അപ്പൊ ഐ ഡു ലോണ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ സാധനങ്ങൾ കഴുകാറുണ്ടെന്നാണ് മീനിങ്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ കവർ ചെയ്യാം. സോ ഐ ഡു മൈ ലോണ്ട്രീസ് ഓൺ സൺഡേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വസ്ത്രങ്ങൾ എല്ലാ സൺഡേസും കഴുകാറുണ്ട്. അപ്പോൾ ഇത് ഇനി ജസ്റ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ പോരാ. ഇതിൽ നമ്മൾ 4 സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. സോ ഐ ഡു മൈ ലോണ്ട്രി, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. ഐ ഡോണ്ട് ഡു മൈ ലോണ്ട്രീസ് ഓൺ സൺഡേസ്, അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കണം, ഡു യു ഡു യുവർ ലോണ്ട്രീസ് ഓൺ സൺഡേസ്? നിങ്ങളുടെ ലോണ്ട്രീസ് സൺഡേ ചെയ്യാറുണ്ടോ? അതായത് നിങ്ങൾ വസ്ത്രങ്ങൾ ഞായറാഴ്ച അലക്കാറുണ്ടോ? ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഡോണ്ട് യു ഡു യുവർ ലോണ്ട്രീസ് ഓൺ സൺഡേസ്? നിങ്ങളുടെ വസ്ത്രങ്ങൾ ഞായറാഴ്ച അലക്കാറില്ലേ? അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലായി. ഇനി അടുത്തതില് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ, ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമുക്ക് അറിയാം V1 ആണ് യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ് പോയി കാണാം. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ V1 പ്ലസ് ING ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഡു പ്ലസ് ING വരുമ്പോൾ ഡൂയിങ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഐ എം ഡൂയിങ് മൈ ഹോംവർക്ക് റൈറ്റ് നൗ. ഐ എം ഡൂയിങ് മൈ ഹോംവർക്ക് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഐ എം നോട്ട് ഡൂയിങ് മൈ ഹോംവർക്ക് റൈറ്റ് നൗ, ഞാനിപ്പോ എന്റെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഇനി പോസിറ്റീവ് ക്വസ്റ്റ്യൻ,
ആർ യു ഡൂയിങ് യുവർ ഹോംവർക്ക് റൈറ്റ് നൗ? നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കണോ? ആർ യു ഡൂയിങ് യുവർ ഹോംവർക്ക് റൈറ്റ് നൗ? നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള സാധനം നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ് കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഐ ഹവ് ഡൺ എവറിത്തിങ് യു ആസ്ക്ഡ്. നീ പറഞ്ഞ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഐ ഹാവൻ ഡൺ എവറിത്തിങ് ദാറ്റ് യു ആസ്ക്ഡ്. നിങ്ങൾ പറഞ്ഞ അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഹാവ് യു ഡൺ എവറിത്തിങ് ദാറ്റ് ഐ ആസ്ക്ഡ്? ഹാവൻ യു ഡൺ എവറിത്തിങ് ദാറ്റ് ഐ ആസ്ക്ഡ്? പിന്നെ ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ എന്ത് ഞാൻ പറഞ്ഞതൊക്കെ നീ ചെയ്തില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആയി. സോ അടുത്തത് നമ്മളുടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരാം. ഐ ബിൻ ഡൂയിങ് ദിസ് ജോബ് ഫോർ 5 years. ഞാൻ ഈ വർക്ക് 5 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിന്റെ നെഗറ്റീവ് പറയാ, പിന്നെ എന്ത് പറയാ, ക്വസ്റ്റ്യൻ പറയാ. ക്വസ്റ്റ്യൻ ആകുമ്പോൾ എങ്ങനെ വരും? ഹാവ് യു ബീൻ ഡൂയിങ് ദിസ് ജോബ് ഫോർ 5 years? നിങ്ങൾ ഈ ജോബ് 5 വർഷമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നായിരിക്കും. പിന്നെ ഇനിയിപ്പോ ഇന്ന് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്തിട്ട് എല്ലാ ടെൻസസിനും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എല്ലാ ടെൻസസിനും ഓരോ ടെൻസസിലും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് നോക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ വരാന്ന് പറഞ്ഞാൽ അടുത്തയിലേക്ക് വരാം, അടുത്ത വേർബിലേക്ക് വരാം. അടുത്ത വേർബിലും സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ സബ്ജക്ട് ഒന്ന് ട്യൂക്ക് ചെയ്യണം. ഞാൻ ഇവിടെ ഓൾറെഡി ട്യൂക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് വന്നപ്പോൾ ഷീ ആണ്, ഇപ്പുറത്ത് വന്നപ്പോൾ മൈ ഫ്രണ്ട്സ് ആണ്. ട്യൂക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഓണർഷിപ്പ് എടുത്തിട്ട് ഇങ്ങനെ ട്യൂക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഐക്യു പകരം ഹി യൂസ് ചെയ്യുക. അപ്പോൾ ഹി ഗോസ് ടു വർക്ക് അറ്റ് 8 AM. അപ്പോൾ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയി, പിന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. എല്ലാ ഇതിലും പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്തയിലേക്ക് വരുമ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഹെഡിങ് നോക്കിയാൽ മതി. കം കെയിം കം. V1 എന്ന് പറഞ്ഞ കം, പിന്നെ കെയിം കം. അതാണ് എന്ത് നമ്മുടെ V1 V2 V3 ഓഫ് വരിക എന്നുള്ള എന്റെ സാധനം. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്ക് പോകുമ്പോൾ ഷീ കംസ് ഓവർ എവറി ഫ്രൈഡേ. ഇപ്പൊ ഇതിന് പകരം ഇതിലെ എക്സാമ്പിൾസ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഓൺ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോ നിങ്ങളുടെ ഓൺ സെന്റൻസ് ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് അത് പറയാം. അടുത്തയിലേക്ക് വരാം, സെയിം തന്നെ നിങ്ങളുടെ ഓൺ സെന്റൻസ് എല്ലാത്തിലും ഇങ്ങനെ ചിന്തിക്കുക, പറയാം. ഇതിൽ എക്സാക്ട് സാധനം റീഡ് ചെയ്യണമെന്നില്ല. ഇങ്ങോട്ട് വന്ന് നിൽക്കുക, എന്നിട്ട് നിങ്ങളുടെ ഓൺ സെന്റൻസ് വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാൻ. അങ്ങനെ പോവാ. ഈ മൊത്തം 300 വേർബ്സ് തീർക്കുക. 300 വേർബ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാതും തീർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു 30 എണ്ണം ഡെയിലി കവർ ചെയ്യുക, റീഡ് ചെയ്യുക. പഠിക്കൊന്നും വേണ്ട, റീഡ് ചെയ്ത് വിട്ടാൽ മതി. പിന്നെ അടുത്തൊരു 30 എണ്ണം റീഡ് ചെയ്ത് വിടുക, പിന്നെ അടുത്തൊരു 30 എണ്ണം റീഡ് ചെയ്ത് വിടുക. 15 to ഒരു 25 മിനിറ്റ് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഇതിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് ടാസ്ക്, ഇത് കവർ ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതായിട്ട് കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എസെൻഷ്യൽസ് ഇതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി നല്ല വേർബ്സ് ആണ്. ക്രഷിംഗ് ഇറ്റ്, മെസ്ഡ് അപ്പ്. അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് കുറച്ചും കൂടി എന്താക്കും, നാച്ചുറൽ ആക്കി മാറ്റും. ഇപ്പൊ സ്ക്രൂ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ അപ്പിന്റെ V2 ആണ് സ്ക്രൂഡ് അപ്പ്. സ്ക്രൂഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ പണി കിട്ടി, അല്ലെങ്കിൽ ഞാൻ ആകെ മണ്ടത്തരത്തിൽ പറ്റി, അല്ലെങ്കിൽ തെറ്റ് പറ്റി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഐ സ്ക്രൂഡ് അപ്പ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ പറയുന്നത് ഐ സ്ക്രൂഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്ക്രൂഡ് അപ്പ് സോ മെനി ടൈംസ് ദിസ് വീക്ക്. എനിക്ക് കുറെ സമയം തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടി എന്നുള്ള ഒരു ലെവലിൽ പറയുന്നതാണ് സ്ക്രൂഡ് അപ്പ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ചും കൂടി നല്ല വേർഡ്സ് യൂസ് ചെയ്തിട്ട് പറഞ്ഞു നോക്കാം. അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് ഒന്നും കൂടി നാച്ചുറൽ ആവും. പിന്നെ ലാസ്റ്റ് ഒരു ആക്ടിവിറ്റിയും കൂടി ഉണ്ട് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ഇത് പഠിച്ചു, ഇനി ഇത് പഠിച്ചു അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആക്ടിവിറ്റി ആണ്. എന്താണ് ആക്ടിവിറ്റി? ആക്ടിവിറ്റി വേറൊന്നല്ല, സിമ്പിൾ ആണ്. ഇത്രയുള്ള ആക്ടിവിറ്റി, നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, ബെസ്റ്റ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ആരെങ്കിലും ആവട്ടെ, എന്നും നിങ്ങൾ വിളിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിനെ 2 ദിവസമായിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല. പറ്റാത്തതിന്റെ കാരണം മേ ബി അവർ എന്തെങ്കിലും ട്രാവലിൽ പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബിസിയിൽ പെട്ടതായിരിക്കാം, അങ്ങനെ പെട്ടു. അപ്പൊ നിങ്ങൾക്ക് അവരെ 2 ദിവസം വിളിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുകയാണ് അവരെ. അപ്പോ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇന്നലെ എന്ത് നടന്നു, മിഞ്ഞാന്ന് എന്ത് നടന്നു, ഇന്ന് എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, നാളെ ഞാൻ എന്താണ് ചെയ്യാൻ പോണെന്നുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഈ എല്ലാ കാര്യങ്ങളും എല്ലാ ടെൻസസും യൂസ് ചെയ്തിട്ട് എല്ലാ ടെൻസും യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ നാച്ചുറൽ ആയിട്ട് സംസാരിക്കുക. അപ്പൊ മാക്സിമം എല്ലാ ടെൻസും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഫോർ എക്സാമ്പിൾ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ ഐ നോർമലി വേക്കപ്പ് ഏർലി. ഞാൻ നോർമലി രാവിലെ നേരത്തെ എണീക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഇന്നലെ എണീക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ലെവലിൽ പറയാം. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഐ ആം സിറ്റിംഗ് ഓൺ മൈ റൂം. ഞാൻ ഇപ്പൊ എന്റെ റൂമിലാണ് ഇരിക്കുന്നത്, എന്നിട്ടാണ് ഇന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പറയാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ ഐ കംപ്ലീറ്റ് ദ ടാസ്ക്. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത ടാസ്ക് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറയാം. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എല്ലാ ടെൻസസും യൂസ് ചെയ്യാൻ നോക്കാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഓൺ സാധനം ഉണ്ടാക്കുക. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും എക്സാമ്പിൾ കോപ്പി അടിക്കരുത്. നിങ്ങളുടെ ഓൺ എക്സാമ്പിൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിരിക്കും ഇത്. അപ്പോൾ സോറിടാ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, അത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധനം കഴിഞ്ഞു. അപ്പൊ ആ പ്രാക്ടീസ് എന്തായാലും ചെയ്യുക. ഒരു മിനിമം ഒരു 3 to 5 minutes ഉള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ആ സാധനം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ചെയ്തിടുക. എന്നിട്ട് അത് റീഡ് ചെയ്യുന്നതും ഇമോഷണലി റീഡ് ചെയ്യുന്നതും ഒരു ടൈം ഇടുക. അപ്പോൾ അതാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പൊ എക്സാമ്പിൾ ഫ്ലോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് നിങ്ങളുടെ ഓൺ എക്സാമ്പിൾ മാത്രം ക്രിയേറ്റ് ചെയ്യുക. ഇത് കോപ്പി പേസ്റ്റ് ചെയ്യരുത്.
സോ അതാണ് നമ്മളുടെ പ്രാക്ടീസ് ഷീറ്റും കാര്യങ്ങളൊക്കെ. സോ ഡേ 11, അതായത് ഇനിയുള്ള വീഡിയോസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരും. സോ സി യു there.